പരീക്ഷാകാലമായപ്പോൾ പതിവ് പോലെ പരീക്ഷാ പേടിക്കാരുടെ പരിവേദനങ്ങൾ കൂടി വരികയാണ്. രസകരമായ കാര്യം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ഉത്കണ്ഠാകുലരാണ് അവരുടെ രക്ഷിതാക്കൾ എന്നുള്ളതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അല്പം ഉത്കണ്ഠയാകാം. അവർ ഐസ് പോലെ തണുത്തുറഞ്ഞ് അഥവാ യൂഫോറിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. അവരുടെ ആ ചെറിയ അളവിലുള്ള ഉത്കണ്ഠ അവരുടെ പരിശ്രമത്തെ വർദ്ധിപ്പിക്കുവാനും പരീക്ഷയിലെ പെർഫോമൻസ് കൂട്ടുവാനും പ്രയോജനം ചെയ്യും എന്നതാണ് കാണേണ്ടത്. എന്നാൽ ഈ ഉത്കണ്ഠ ഒരു പരിധി ലംഘിച്ച് അവർക്കൊരു പ്രയാസമായി മാറാതിരിക്കുവാനും അവരുടെ പഠന കാര്യങ്ങളിൽ ശല്യമായി മാറാതിരിക്കുവാനും മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് താനും. അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചെറിയ ചില കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, പരീക്ഷാ കാലഘട്ടത്തിൽ കുട്ടികൾ വീട്ടിലാണ് ഉള്ളത് എന്ന നിലയിൽ അവരുടെ ആഹാര കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക. ദഹന പ്രക്രിയ ഭംഗിയായി നടന്നാൽ പഠന പ്രക്രിയയും ഭംഗിയായി നടക്കും. കൂടുതൽ എണ്ണ കലർന്ന, കൂടുതൽ മസാലയുള്ള, പുറമേ നിന്ന് വാങ്ങിയ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിലേക്ക് അവരുടെ ശ്രദ്ധ പതറാതെ ശാന്തമായൊരു അന്തരീക്ഷം സംജാതമാക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ വാക്ക് തർക്കങ്ങളും വഴക്കുകളും ഉപദേശങ്ങളും, അത് മാതാപിതാക്കൾ തമ്മിലാകട്ടെ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലാകട്ടെ, ഇതെല്ലാം ഒഴിവാക്കി വളരെ നല്ലൊരു അന്തരീക്ഷം നാം വീട്ടിൽ അവർക്ക് പ്രദാനം ചെയ്താൽ തീർച്ചയായിട്ടും ഈ വരുന്ന പരീക്ഷയിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നതിൽ തർക്കമില്ല. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മിടുക്കർക്കും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും ആശംസകളും. നന്ദി.